ഇക്കാക്ക് ഞാൻ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. കുറേ ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളേക്ക് വലിയ സംഭവമാണെന്ന്. സത്യത്തിൽ അതല്ല, ചെറിയൊരു പെർഫ്യൂമാണ്. കുറേ ആലോചിച്ച് എന്താപ്പോൾ കൊടുക്കാമെന്നുള്ളത്. മൂപ്പരാൾക്ക് പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം സ്പെസിനെയും കൂട്ടിയിട്ട് ആദ്യം ചോക്ലേറ്റ്സ് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ നിന്നല്ല കേട്ടോ, റൂമിൽ നിന്ന് മൂപ്പരാൾ സർപ്രൈസ് ആവില്ലല്ലോ. മോളെ റൂമുണ്ട്, മോളെ റൂമിൽ നിന്ന് ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് രാത്രി കാലത്ത് ഒരു ചെറിയ സർപ്രൈസ് പോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇക്കാക്ക സത്യത്തിൽ ഇവിടെ ഇല്ല കേട്ടോ. ഇക്കാക്ക പണീൻ്റെ ആവശ്യത്തിന് വേണ്ടി മണ്ണാർക്കാട് പോയിരുന്നു. അവിടെ സൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് രാത്രിയേ വരുള്ളൂ. അപ്പോൾ വരുമ്പോഴത്തേനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. ഇൻഷാല്ലാ ഞാൻ വിചാരിച്ച മതൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അവ പോയിട്ട് മാറ്റാൻ പോവാണ്. മാറ്റി സ്പെസിനെയും കൂട്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഇക്കാക്കനെ കുറച്ചൊരു കാത്തുക്കണം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മോനെ ഞാൻ താഴത്ത് മാറ്റിപ്പിച്ച് നിർത്തിക്കുന്നു. അങ്ങനെ നേരെ ഇനി ഇവിടെ അടുത്ത നെക്സ്റ്റ് ഉള്ളത് അവിടെ പോയി കുറച്ച് മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. അത്ര തന്നെ, സെറ്റാക്കണം. പോവാ പെട്രോൾ അങ്ങനെ ഞാനും ഫെസിനും നടക്കുകയാണ്. സത്യത്തിൽ വണ്ടി ഇന്നലെ ഞാൻ ഇക്കാക്കനെ കൂടെ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച്, അതായത് നമ്മളെ അത്താണിക്കൽ വെച്ചിട്ട് ഇക്കാനെ കൂടെ ബസ് കയറി പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാനും ഫെസിനും കൂടി അവിടേക്ക് നടന്നു പോവാം. അതെടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അല്ലേ. ഇവിടെ എല്ലാത്തിനും കൂടി മുന്നോട്ട് കുറച്ചും കൂടി ഉള്ളൂ ഫെസിയെ. അവിടെ തന്നെ ഇപ്പൊ എത്തിട്ടോ. അതാ വണ്ടി ഇതാക്കണ്. അതാണ് കേട്ടോ, സമാധാനായില്ലേ. നമ്മളെടാ വന്നേ, നമ്മള് നേരെ വന്നത് നെസ്റ്റോയിലേക്കാണ്. ബാ പോരെ, നടക്ക് നടക്ക്. വണ്ടി എടുത്തോ, നമുക്കിതാ വേണ്ടി അവിടെ ഇവരോട് ചോദിച്ചു നോക്കാം. അവളവിടെ ഇല്ല, അതെന്നാ തോന്നുന്നു. എൻ്റെ പേരെന്താ? രസിയെ എന്തെങ്കിലും എന്താ വേണ്ടിയ? പൂവല്ലേ? ഏതാ വേണ്ടിയേ? അതോ അത് വേണോ? എൻ്റെ കൂടെ 10 രൂപേൻ്റെ ടിക്കറ്റ് വാങ്ങാൻ വന്നിട്ട് ഇവനക്ക് ഞാൻ ഷവർമ്മ വാങ്ങിക്കൊടുത്തു. അവർക്ക് പിന്നെ ഡ്രോയിങ് ബുക്ക് വേണം, ഷവർമ്മ വേണം, എല്ലാം വേണം. ഇത് ശക്തിമാൻ. നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ അല്ലേ? അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ പോയി ഞാൻ കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മളെ പ്രിയേച്ചിൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി എത്തി കേട്ടോ, നമ്മളെ പ്രിയേച്ചിൻ്റെ വീട്ടിൽ. ചേച്ചി, പ്രിയേച്ചിയെ പുറത്ത് പോകണമെന്നില്ല, വീട്ടിൽ ചെറിയൊരു അത്രേ ഉള്ളൂ. ഞാൻ പോയിട്ടോ. ഓക്കെ, അങ്ങനെ മോനെയും കൂട്ടി പോയി ഞാൻ ഈ കേക്കൊക്കെ വാങ്ങിച്ച് വന്ന് ഇങ്ങനെ ഡെക്കറേഷൻ ഉള്ളതാണ് കേട്ടോ നോക്കുന്നത്. എൻ്റെ റൂം നല്ലതായിട്ട് ചെയ്യുന്നത്. മോളെ റൂമുണ്ട് അവിടെ. ഇതൊക്കെ എൻ്റെ അനിയത്തിൻ്റെ റൂം ഓലയിട്ടിട്ടില്ല. ഓക്കെ, ഏറ്റിട്ട് ഇവിടെ നിന്നാണ് ഞാൻ കൊടുക്കാൻ വിചാരിക്കുന്നത്. ഇൻഷാല്ലാ സെറ്റാവുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ടൈം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബലൂൺസൊക്കെ വേർപ്പിച്ച് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു ചെയ്തിരുന്നത്, മക്കളാരും കൂട്ടിയിട്ടില്ല. സത്യത്തിലേക്ക് അങ്ങനെ ഐഡിയ ഒന്നുമില്ലേനും. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാം, പിന്നെ ക്യാൻഡിൽസ് അവിടെ ഇവിടെയൊക്കെ വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. സെറ്റാവുമെന്ന് വിചാരിക്കും. ബലൂണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഹാർട്ട് ഷേപ്പിൽ ഞാൻ ഓരോ സെലോ ടൈപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടോ. ഹാർട്ട് ആവുമോ എന്ന് അറിയില്ലായിരുന്നു, പക്ഷേ ഹാർട്ട് ഷേപ്പിൽ വന്നിക്കണം അവസാനം.
ചക്ക വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിയാൽ മതി. തീരെ എടുക്കും. അങ്ങനെ ബലൂൺ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളത് ഹാമ്പർ സെറ്റ് ചെയ്യാനാണ്. ഞാൻ പുറത്ത് എവിടെയും കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ജസ്റ്റ് ഒരു പെർഫ്യൂമും പിന്നെ കുറച്ച് ഫ്ലവേഴ്സും 2 ചോക്ലേറ്റും അത് മാത്രമാണുള്ളത്. അപ്പം സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതല്ലേ എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റാൻഡ് ഞാൻ ഓൾറെഡി ഒന്ന് ഓർഡർ ചെയ്തിരിക്കുന്നു. അത് എത്തിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ എനിക്ക് എടുക്കാൻ പറ്റും. ഇതിനെ കൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇതാണ് ബെല്ല വിറ്റിൻ്റെ ഒരു CEO മാൻ എന്ന് പറഞ്ഞിട്ട് പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിൽ വെക്കുന്നത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ്, ഞാൻ നേരത്തെ പോയി വാങ്ങിയ ചോക്ലേറ്റ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഹാമ്പറിൻ്റെ ഔട്ട് ലാസ്റ്റ് ഇങ്ങനെയാണുള്ളത്. ജസ്റ്റ് ഇതും ഇങ്ങനെയുള്ള ചെറിയൊരു സംഭവമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള പരിപാടി നോക്കാം. ഞാൻ വാങ്ങിച്ച സാധനമാണ് കുറച്ച് ചെറിയ ക്യാൻഡിൽസ്. റൂമിൽ ഇങ്ങനെ കയറി വരുമ്പോൾ താഴെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു. അന്നേ ഞാൻ വിചാരിച്ചതാണ് നല്ല രസം എന്തെങ്കിലും കാണാൻ വീണ്ടും ഇതൊക്കെ സെറ്റ് ചെയ്ത് നോക്കണം. എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് സത്യത്തിൽ ഐഡിയ ഇല്ല. ഒക്കെ ചെയ്തോക്കാം, കാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇൻഷാല്ലാ ക്യാൻഡിൽസ് ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ താഴയിൽ ഓരോന്നോരോന്നോരോന്നോരോന്നോരായിട്ട് ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ വന്നാൽ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടൊരു മനമില്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ അവസാനത്തെ ഔട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അവിടെ വരുമ്പോൾ കുറച്ച് ക്യാൻഡിൽസ്, നേരെ കുറച്ച് ബലൂണ്, പിന്നെ ലവ് ഹാർട്ട് ഷേപ്പിൽ 2 അപ്പുറത്തും പിന്നെ ബെഡ്മേൽ ഞാൻ കൊടുക്കുന്ന സംഭവം. പിന്നെ ഇതിൽ കേക്കും കൂടി വരും കേട്ടോ സംഭവത്തിൽ. ശരിയാവിരിക്കുക. അങ്ങനെ ഡെക്കറേഷൻസ് കുറേ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാക്ക വരണം. ഇപ്പം തന്നെ ടൈം 9 മണിയായിരിക്കുന്നത്. ഇനി വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. വന്ന് കഴിഞ്ഞിട്ട് ക്യാൻഡിൽസൊക്കെ കത്തിക്കുമല്ലോ. കാരണം വന്ന് കയറിയ മുമ്പൊക്കെ ബാത്റൂമിൽ പോയാൽ കുറേ നേരം, അപ്പോൾ ഇതൊക്കെ കത്തിക്കാനുള്ള കുറേ ടൈം കിട്ടും. അപ്പം അതൊക്കെ ഒന്ന് സെറ്റായിട്ട് മിക്കാതെ വന്ന് ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ തിരിച്ച് മാറ്റി കാക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇൻഷാല്ലാ കാക്ക വന്നാൽ ഉണ്ടാവുമെന്നറിയില്ല. ഇപ്പം ഇതാ ലൈറ്റർ വെച്ചിട്ട് ഞാൻ ക്യാൻഡിൽസ് കത്തിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ടേബിൾ നമ്മൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ റോസ് പൂ ഉണ്ട്. ആ റോസ് പൂ നമുക്ക് താഴത്ത് ഇങ്ങനെ വിതറി കൊടുക്കാം. അങ്ങനെ ടൈം ഒരു 11:30 ആകുമ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള ഡെക്കറേഷനും കൂടി സെറ്റാക്കിയിട്ട് കുറച്ച് റോസ് പൂഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇക്കങ്ങനെ വെയിറ്റ് ചെയ്യാം. ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഡോർ ക്ലോസ് ചെയ്യാൻ പോകട്ടെ. ഇവിടെ ഈ കാക്ക വന്നിട്ട് ഞാൻ എന്താക്കും, ക്യാമറ നമ്മൾ ഒളിപ്പിച്ചൊക്കെ കൈയൊക്കെ കണ്ടില്ലെങ്കിൽ മതി. ചല കാക്ക പുറത്ത് വന്നിരിക്കണം തോന്നുന്നുണ്ട്. വണ്ടിൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇക്കൊക്കെ താഴ്ത്ത് വന്നിക്കണം. നമുക്ക് ഫോണൊന്നും ആദ്യം ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. ഇക്കൊക്കെ കയറി വരുന്നത് കാണുന്ന രീതിയിലൊക്കെ ഞാനും കുട്ടി എടുത്ത് ഇവിടെ വെക്കാം. കാണുന്നുണ്ടോ? നേരെ വൈകിയേ ഞാൻ പണി
പിന്നെ ഇക്കാക്ക വന്നതിൻ്റെ ശേഷം ഇക്കാക്കനെ കഥ പറച്ചോളൂ അന്നത്തെ ദിവസത്തെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് മുമ്പ് ബാത്റൂമിലേക്കൊക്കെ കയറിയത്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തു. വന്ന് കയറിയമ്പാട് എന്നോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ബാത്റൂമിലേക്ക് പോകുള്ളൂ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, പണി എങ്ങനെ ആയി, അതൊക്കെ എന്നോട് വിശദീകരിച്ചു. ഇപ്പം ടൈം കറക്റ്റ് 2 മണിയാക്കിയാണ് കേട്ടോ. അവസാനം ഞാൻ ഇക്കാക്കനെ നീന്തി തള്ളി വിട്ട് വേഗം ബാത്റൂം പോയി വരും. കാക്ക ബാത്റൂമിലേക്ക് പോയിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ടേക്ക് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, കേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. എല്ലാവരും കിടന്നേക്കണം. ഓക്കെ, അങ്ങനെ കേക്ക് സെറ്റ് ആയിട്ടില്ല. നമുക്ക് മേലേക്ക് കൊണ്ടുപോകട്ടെ. ലൈറ്റൊക്കെ ഓഫ് ആക്കട്ടെ. ഞാനിവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. സെറ്റാണ്. നമ്മൾ കത്തിയെടുത്തില്ല. കത്തിയെടുത്ത് വരെ എന്നിട്ട് ക്യാൻഡിൽസ് കത്തിക്കട്ടോ. അങ്ങനെ ഇക്കാക്ക വരുമ്പോഴത്തേന് ഞാൻ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം വേഗം പെട്ടെന്നിട്ട് ഇറങ്ങിയിട്ടാണെങ്കിലും ഒരാൾ കാണൂലേ. അങ്ങനെ താഴെയുള്ളതൊക്കെ ഏകദേശം ആയിട്ട് കേട്ടോ. ഈ ബെഡ്മേലുണ്ട് കുറച്ച് സെറ്റ് ചെയ്യണം. എല്ലാം സെറ്റാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. ചായക്ക് ഇഷ്ടമായിരിക്കൂലേ. നമുക്ക് അവിടേക്ക് പോകാം കേട്ടോ. എല്ലാം എനിക്ക് എന്ത് രസമാണ്. ലൈറ്റ് ഓഫ് ആക്കി പോവാം കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കാക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കാക്കനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അതായിരിക്കും നന്നാവുക. കണ്ണൊക്കെ കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ. കഴിഞ്ഞോ? വേരി ഇട്ടോളി. നോക്കി അത് വേഗം മാറ്റി. നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കാദ്യോ, ഞാൻ പറയാം. ഇരിക്കാക്ക. അങ്ങോട്ട് വരി. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ഞാൻ പറയട്ടെ. അത് ചെറിയൊരു കാര്യമുണ്ട്. ഞാനൊരു സാധനം വാങ്ങിക്കും. ഞാനില്ലേ ഇങ്ങോട്ട് നോക്കി ഞങ്ങൾക്കൊരു സാധനം വാങ്ങിക്കും. ഒരു സാധനം ആ കയ്യിലൊന്നല്ല, അടക്കി 2 മിനിറ്റ് തരുന്ന വീഡിയോ അല്ല. അപ്പം നമുക്ക് ആ സംഭവം അങ്ങോട്ട് ചെയ്യാം.
കാണുന്നുണ്ട്. എന്റെ പാട്ട് ഇതിനു ഹാലിയിൽ കണ്ട പറഞ്ഞൊരു വരിന്റെ കൂടെ വരി ബാ എന്നിട്ട് വാ കൊല്ലാന്നുണ്ടാവാണോ? ഇങ്ങോട്ട് വരി ഞാൻ കഴിക്കട്ടെ. അല്ല ഇങ്ങോട്ട് വരി എന്റെ കൈ പിടിച്ചോളി ഇവിടെ കേട്ടോ കെട്ടയക്കാനായില്ല നിങ്ങൾ തുറന്നോളി തുറക്കി ആ ഇത് തുറന്നോ തുറന്നോ കെട്ടയക്കരുതേ ഇടക്കിടക്കിടക്ക് പൂവല്ലേ പൂവല്ലേ ആ 10-25 ആൾക്കാരുണ്ട് ഇടക്കിടക്ക് കണ്ണ് കെട്ടയക്ക് കെട്ടയക്ക് ഇഷ്ടായോ ഇഷ്ടം പോരല്ലേ ഇഷ്ടായോ ഇഷ്ടായോ മാറിക്ക നടന്നോ ഞാന് ഉണ്ടാക്കി ആയിക്കോട്ടെ തന്നെ നടന്നേര് ഹാപ്പി വാലന്റൈൻസ് ഡേ ആടോ എന്റെ കുഞ്ഞു ഗിഫ്റ്റ് എന്റെ കുഞ്ഞു ഗിഫ്റ്റ് ഇഷ്ടായോ ഞാനൊക്കെ സെറ്റാക്കി ഇഷ്ടായോ ചെറിയ റോസൊക്കെ ഇത്ര വലിയ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇതിന്റെ ഗിഫ്റ്റ് തുറന്നോക്കിയാ ഇതാണോ ഗിഫ്റ്റ്? ഇഷ്ടായോ താങ്ക് യു പത്മ. എന്താ ശരി ജില്ലയിലോ എന്റെ കാക്ക ചോക്ലേറ്റ്. താങ്ക് യു. സാധാരണ ഞാനാ ഇതിന്റെ എടുക്കുക. നീ എടുത്തത്. താങ്ക് യു സോ മച്ച്. കേക്ക് ഓട്ടോ ഓട്ടോ സാരില്ല കയ്യിലൊക്കെ നല്ല സമയം റേച്ചിൻ്റെ വാങ്ങിയ കേക്ക് എല്ലാം മോനെ ഞാനും വേണോ ഈ ഒറ്റക്കല്ല കട്ട് ചെയ്യല് വാലന്റൈൻസ് ഡേ ആണ് അടിക്ക് ഞാനില്ലേ സ്റ്റാൻഡ് ആക്കട്ടെ അതൊന്നും വേണ്ടക്ക എടോ ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.